നീ എന്ത് മുസ്ലിമാ? ഉമർ തങ്ങൾ പറഞ്ഞു തന്നറിയോ, ഒരു വഖത്ത് നിസ്കാരം അറിഞ്ഞുകൊണ്ട് കളയാക്കിയാൽ, കാരണമില്ലാതെ ഒരു വഖത്ത് നിസ്കാരം കളയാക്കുന്നവൻ കാഫിറാടോ. മൃതങ്ങൾ പറയുക, അവൻ്റെ ഈമാനില്ലാതെ അവൻ മരിച്ചു പോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 5 വഖത്ത് നമസ്കാരം ഒരു വിട്ടുവീഴ്ചയുമില്ല, അതിനകത്തൊരു വീഴ്ചയുമില്ല. വാപ്പാ, നിസ്കരിക്കാൻ പറ്റുമോ? ഭാര്യയെ നിസ്കരിപ്പിക്കാൻ പറ്റുമോ? മക്കളെ നിസ്കരിപ്പിക്കാൻ പറ്റുമോ? വാപ്പാ, സുബഹിക്ക് പള്ളിയിൽ വരുന്ന വാപ്പാ, നീ നിന്റെ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിയിലല്ലേ മകന്റെ റൂം കിടക്കുന്നത്? അവനെ കൂടെ കൊണ്ടുവരാറുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമസ്കരിക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം 2 എണ്ണമാ. ഒന്ന്, മരിക്കുന്ന കാലം വരെ അല്ലാഹു ഭക്ഷണം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു പറയുകയാണ്, എടോ നീ നിന്റെ കട, ഈ പള്ളിയുടെ മുറ്റത്ത് കടയുണ്ടല്ലോ, ബാങ്ക് വിളിച്ച് നിസ്കാരം നടക്കുമ്പോ നീ കേറുന്നില്ലല്ലോ, നീ പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ നീ പറയുന്ന മറുപടി, ഞാൻ നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് കസ്റ്റമർ വന്നാലോ, എന്റെ കച്ചവടം നഷ്ടമായാലോ, ഉസ്താദേ ഞാൻ ജോലിക്ക് പോകുന്നത് കൊണ്ടാണ് എന്റെ നിസ്കാരം മുടങ്ങുന്നത്. വാപ്പാ, നിനക്ക് കട തന്നതാരാ? കച്ചവടം തന്നതാരാ? ഭക്ഷണം തന്നതാരാ? ജോലി തന്നതാരാ? ആരോഗ്യം തന്നതാരാ? ഇതൊക്കെ തന്നത് അല്ലാഹുവാ. ആ അല്ലാഹ്ക്ക് ഒന്നുകൂടെ അറിയാം, നിന്നെ ഈ പള്ളിയുടെ മുറ്റത്ത് കൊണ്ടിരുത്തിയിട്ട് യാചിപ്പിക്കാനും അല്ലാഹ്ക്കറിയാ. തരാൻ മാത്രമല്ല, ലൈൻ ശകർതും ലഅസീദന്നകും വലൈൻ കഫർതും ഇന്ന അദാബി ലശദീദ്. കടതന്ന അല്ലാഹ്ക്ക് നിന്നെ യതീംഖാനയിലാക്കാനും അറിയാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ്ക്ക് രണ്ടും അറിയാം.